ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ ഞാൻ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് എൻ്റെ കൂടെ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണത്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റ് ചെയ്യും. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് ജനറൽ മെസ്സേജസ്, മന്ത്ലി മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരിക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഫാസ്റ്റ് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് വാൻസ്. കറണ്ട് ഫെബ്രുവരി എനർജി നിങ്ങളുടെ എംപറർ. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് സോർഡ്സ്. ഏറ്റവും വലിയ ചാലഞ്ച് സ്റ്റാർ. അഡ്വൈസ് നിങ്ങളുടെ 6 ഓഫ് കപ്സ് ആണ്. സർപ്രൈസ് ഫാക്ടർ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ ഒരു നൈറ്റ് ഓഫ് വാൻസ് ആണ് കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ ഒരു കുറെ പാഷൻ്റെ എനർജിയാണ് ആക്ച്വലി നൈറ്റ് ഓഫ് വാൻസ്. നൈറ്റ് ഓഫ് വാൻസ് ട്രാവൽഡ് എനർജിയുമാണ്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ട്രാവൽ കുറേ ഉണ്ടാവും. മേ ബി നിങ്ങൾ എവിടെയെങ്കിലും കുറേ പറഞ്ഞ ട്രാവൽ ചെയ്യണ പ്ലാൻ ഉണ്ടാവും. അതല്ല വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ പ്ലാൻസ് ഉണ്ടാവും. ഇത് പാഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ കുറേ പാഷനറ്റ് എനർജിയിലാണ് നിങ്ങൾ. എല്ലാത്തിനും ഒരു എനർജി കുറേ ഉണ്ടാവും നിങ്ങൾക്ക്. അങ്ങനെ ഒരു ബോർ ആയ എനർജി അല്ല. എല്ലാം എൻതൂസിയാസ്റ്റിക്കലി നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടാവും. ഒന്നിലും നിങ്ങൾ പിന്മാറില്ല. പറഞ്ഞാൽ എല്ലാം ഒരു എൻതൂസിയാസം ഉണ്ട്, ഒരു കാര്യങ്ങൾ ചെയ്യാൻ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എനർജി ഞാൻ കാണുന്നുണ്ട്. കുറേ റൊമാൻറ്റിക്കലി ഞാൻ കുറേ നിങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ട്. കുറേ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എനർജിയുമാണ്. ചിലപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ഒരു പ്ലെയറുടെ എനർജിയും ആവാം. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി അല്ല വെച്ചാൽ മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ്, അതും ആയിരിക്കാം. അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജി ഇവിടെ കാണുന്നത്? ഹെർമിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഇത് നിങ്ങളുടെ എനർജി അല്ലാച്ചാൽ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ എനർജിയും ആവാം. നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ സമയത്ത് ഒരു ഡിസിഷൻ ആണ് എടുക്കാൻ പോണത് ഈ മാസം. അത് ഈ പേഴ്സന്റെ അടുത്തുനിന്ന് നിങ്ങൾ കുറച്ചൊരു പറഞ്ഞാൽ അത്ര നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഒരു ഇന്ററാക്ഷൻ വെക്കാൻ പോണില്ല. ഈ മാസം ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് അതിൻ്റെ കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ. ഇത് ടവർ ഒരു എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തുനിന്ന് ഒരു സെപ്പറേറ്റ് ആവണ ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആൻഡ് ഈ ഡിസിഷൻ കുറേ ഒരു ഷോക്കിംഗ് ഡിസിഷൻ ആണ് ആ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അത് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കും എന്ന്. അപ്പോൾ യെസ്, ഈ മാസം കുറച്ച് ഒരു ബോൾഡ് ഡിസിഷൻസ്, ഒരു ടഫ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സെപ്പറേഷനും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ 8 ഓഫ് വാൻസ് നിങ്ങളുടെ പാസ്റ്റിൽ ഇത് ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യണു, അതിൻ്റെ എനർജി ആയിരിക്കാം. ഇത് ഫ്ലേർട്ടിങ് എനർജിയുമാണ്. അപ്പോൾ ഇതൊരു ട്രാവൽഡ് എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഈ 8 ഓഫ് വാൻസ് ഇവിടെ കാണുന്നത്?
അപ്പൊ നിങ്ങളുടെ സൈഡിന്ന് ഞാൻ കാണുന്ന എനർജി എന്താ വെച്ചാൽ നിങ്ങൾ കുറെ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഈ പേഴ്സൺ നല്ല ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ രണ്ടാളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറെ ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ആ എനർജി ഒരു ഇംബാലൻസ്ഡ് എനർജി ആയിരുന്നു. ആ പേഴ്സന്റെ സൈഡിൽ നിന്ന് അവർ മുഴുവനെ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരെപ്പോഴും വേറെ ആൾക്കാരെ ആയിരുന്നു പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നെ, വേറെ ആൾക്കാരെ ആയിരുന്നു കൂടുതൽ സമയം കൊടുക്കുന്നുണ്ടായിരുന്നെ, വേറെ കാര്യത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നെ. അപ്പൊ നിങ്ങളുടെ കാര്യത്തില് അവരുടെ അത്ര പറഞ്ഞ ശ്രദ്ധ ഇല്ല, ഇൻട്രസ്റ്റും കുറവായിരുന്നു. ഇതിപ്പോ മനഃപൂർവ്വമാണോ ഇവർ ചെയ്യണ്ടായെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായി. അത് ഈ പേഴ്സൺ ഞാൻ ഇടണ മാതിരി എനർജി ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഇല്ല, ആ എഫേർട്ട് ഇല്ല. അപ്പോൾ എവിടെയോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ഹൈറോഫാൻറ്റ് ചിലപ്പോൾ ഒരു മാരിഡ് പേഴ്സന്റെ എനർജിയും ആവാം. അപ്പൊ നിങ്ങൾ രണ്ടാളും മാരിഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വരാൻ തുടങ്ങിയത് ഈ പേഴ്സന്റെ വേറെ എവിടെയോ ഒരു അഫെയർ ഉണ്ടെന്ന്. അതല്ല വെച്ചാ ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കാം, ഓറൽസ് നിങ്ങൾ മാരിഡ് ആണ് വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് കാണാണ്ട്. അപ്പൊ അങ്ങനെയും ആവാം. എംപറർ ഇവിടെ ഏരീസ് എനർജിയാണ്. അപ്പോൾ എംപറർ എനർജി ഇവിടെ ഒരു ഒരു എൽഡർലി പേഴ്സന്റെ എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ നിങ്ങളെ എവിടെയോ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഈ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷനിൽ കുറച്ചുകൂടിയും ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകണത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും. ഓക്കെ, അത് ഈ എംപറർ ആയിരിക്കാം. ഈ പേഴ്സൺ കുറെ മെച്ചോർഡായി പേഴ്സൺ ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എവിടെയോ പേടിയുണ്ട്, അത് ഈ പേഴ്സൺ മുമ്പത്തെ പേഴ്സൺ മാതിരി അങ്ങനത്തെ സെയിം എനർജിയിലാണോ ഈ പേഴ്സണും വരണേന്ന്, അങ്ങനത്തെ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് അതിന്റെ തുടക്കം ഈ മാസം പറഞ്ഞാൽ അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓഫർ ആയിരിക്കും തരുന്നുണ്ടാവുക. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ 4 ഓഫ് സോർഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതല്ലാണ്ട് ഇവിടെ നിങ്ങൾ കുറച്ച് സമയം എടുക്കണു, കുറച്ചൊരു വെക്കേഷന് വേണ്ടിയിട്ട് പോകണു, സോളോ ട്രിപ്പ് എടുക്കണു എന്നാ വെച്ചാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണേ. നിങ്ങൾ മിക്കവാറും ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് 4 ഓഫ് സോർഡ്സ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ റെഡി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫ്യൂച്ചറിൽ വേറെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സൺ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു പേഴ്സൺ, നിങ്ങൾ ഡ്രീം ചെയ്ത പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഏരീസ് നമ്മളിവിടെ കണ്ടത്, ആ പേഴ്സണിനെ നിങ്ങൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പറഞ്ഞ ഫ്യൂച്ചറിലാണ് നിങ്ങൾ നിങ്ങളുടെ ട്രൂ സോൾമേറ്റിനെ മീറ്റ് ചെയ്യണത്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങൾ റെഡിയായി ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോണത്. ആൻഡ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയും അത് ഈ പേഴ്സൺ ആണ് എൻ്റെ മാതിരി പറഞ്ഞ എനിക്ക് വേണ്ട മാതിരി ഒരു പാർട്ട്ണർ ഈ പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് അത് ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച്. ആൻഡ് അങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ ഉള്ളൂ. സ്റ്റാർ ഉണ്ട് നിങ്ങളുടെ ചാലഞ്ചായിട്ട്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഹീലിംഗ് ആണ്. നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ പോലൂ. അപ്പൊ അതുവരെ നിങ്ങൾ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുവരെ ഏതെങ്കിലും ഒരു പുതിയ റിലേഷൻഷിപ്പ് വന്നാലും നിങ്ങൾ അതിനെ റിജക്റ്റ് ആണ് ചെയ്യണേ. അപ്പോൾ ഈ സ്റ്റാർ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല, ഈ പാസ്റ്റ് പേഴ്സണിനെ. നിങ്ങൾ എവിടെയോ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യണു. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് എവിടെയോ അത് ഈ പേഴ്സൺ തിരിച്ചു വരും, ഈ പേഴ്സൺ എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാവും നിങ്ങളുടെ ലൈഫിൽ. അങ്ങനത്തെ ഒരു ഹോപ്പ് വെച്ച് നിങ്ങൾ കുറേ സമയം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഓൾറെഡി നിങ്ങൾ കുറെ സമയം വരെ വെയിറ്റ് ചെയ്തു വെച്ചാൽ ഈ മാസം നിങ്ങൾ ആ ഫൈനൽ ഡിസിഷൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് കാര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു നോൺ കമ്മിറ്റൽ ആയി പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ 6 ഓഫ് കപ്സ് ഇവിടെ നിങ്ങളുടെ അഡ്വൈസ്. 6 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് എനർജിയാണ്. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് അഡ്വൈസ് ആയിട്ട് കാണുന്നത്? അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുറെ സ്ട്രോങ് ആവേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോഴും ഒരു നോൺ കമ്മിറ്റൽ എനർജിയിൽ തന്നെയാണ് തിരിച്ചു വരണത്. അവർ ഒരിക്കലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരില്ല. എന്നുവെച്ചാൽ അവരുടെ എനർജി ഫൂളാണ്. ഫൂൾ പറഞ്ഞ ഒരു ഹിപ്പി മാതിരി ഒരു എനർജിയാണ്, ഒരു നോൺ കമ്മിറ്റൽ മാതിരി ഒരു എനർജിയാണ്. അവർ ഒരിക്കലും സെറ്റിൽ ഡൗൺ ആവാൻ തയ്യാറാവില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഇവര്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴും അങ്ങനത്തെ എനർജിയിൽ തന്നെയാണ് വരണത്. അവരൊരു കമ്മിറ്റ്മെന്റ് തരാനല്ല വരണേ, തിരിച്ചു വരണേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറെ സ്ട്രോങ് ആയിട്ട് വേണം ഈ ടെംപ്ടേഷനെ റെസിസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ പേഴ്സണിന്റെ കൂടെ അറ്റാച്ച് ആയാൽ ആ സൈക്കിൾ ആദ്യം റിപ്പീറ്റ് ആവും. അപ്പോൾ ഈ പേഴ്സണിനെ നോ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യില്ല വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഹീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ആ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ശക്തി വേണം ആ പേഴ്സണെ നോ പറയാൻ. ആൻഡ് അത് ഉണ്ടാവും. ഓക്കെ, ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ, സർപ്രൈസ് ഫാക്ടറിൽ. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആയി നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ എല്ലാം ഒരു റൂട്ടീൻ മാതിരിയാണ്, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല നിങ്ങളുടെ എനർജിയിൽ. ഫിനാൻഷ്യലി നല്ല സമയമാണ്. അപ്പോൾ നിങ്ങൾ കരിയർ വൈസ് നല്ല പോലെ നിങ്ങൾക്ക് ഒരു നല്ല സക്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇമോഷണലി നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കണേ. അതല്ലാണ്ട് ഒരു കിങ് ഓഫ് കപ്സും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറെ ഉണ്ടാവും ലവില്. പക്ഷെ നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണോ അല്ലേ, അത് നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ മാസം വേറെ ആൾക്കാരുടെ കൂടെ കണക്ട് ചെയ്യാൻ, ഫ്രണ്ട്സ് ആവാൻ. പക്ഷെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന് അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ലിറ്ററലി എല്ലാം കിങ്സ് കാണാണ്ട് കിങ് ഓഫ് വോൺസ് എവിടെയോ വന്നോ അറിയില്ല. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നു, ആൻഡ് കിങ് ഓഫ് സോഡ്സ് ഇപ്പൊ ഇവിടെ. അപ്പോൾ കുറെ ആൾക്കാർ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ കുറെ പോപ്പുലർ ആണ് ഈ മാസം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ റെഡിയായി ഫീൽ ചെയ്യില്ല. അത് ഓക്കെ ആണ്. നിങ്ങൾ ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റീനെ മിസ് ചെയ്യില്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എഴുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബിഗിനിങ്, ഞാൻ പറഞ്ഞ മാതിരി കുറെ ഓഫേഴ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻഫാക്ട് ജോലിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് കുറെ ഓഫേഴ്സ് വരും. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കുറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് കപ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി കുറെ ആൾക്കാർ നിങ്ങളുടെ എനർജിയിൽ കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, കലീഗ്സ് ആവാം. ഈ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് തന്നെ ആവണം എന്നില്ല. നിങ്ങൾ ഈ മാസം ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് റെഡിയായി നിങ്ങൾ ഫീൽ ചെയ്യില്ല. എസ്പെഷ്യലി റൊമാൻസ്, ലവില് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുണ്ടാവും, ഹീൽ ചെയ്യണം എന്നുണ്ടാവും. അത് ടോട്ടലി ഓക്കെ ആണ്. അപ്പോൾ ജെമിനായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജസ്. അപ്പോൾ ഇവിടെ സാജിറ്റേറിയസ് ഉണ്ട്, സ്കോർപിയോ, വെർഗോ, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എക്സ്പെക്ടേഷൻ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എവിടെയോ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും എന്ന്. അപ്പോൾ ബിലീവ് ഇൻ ബെറ്റർ ഔട്ട്കംസ്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ എക്സ്പെക്ട് ചെയ്യേണ്ട വെച്ചാൽ ഒരു നല്ല ഔട്ട്കം എക്സ്പെക്ട് ചെയ്യുക. ആ പാസ്റ്റ് പേഴ്സൺ നിങ്ങൾക്ക് അറിയാം അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. പിന്നെ എന്തിനാ തിരിച്ച് ആ സെയിം സൈക്കിൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണത്? ബിലീവ് ഇൻ ബെറ്റർ ഔട്ട്കംസ്. ലൈഫ് ഡെലിവേഴ്സ് ടു അസ് വാട്ട് വി എക്സ്പെക്ട് ഫ്രം ഇറ്റ്. Ask yourself, what is the best that
could happen. Expect good things so life can rise to meet you. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എനർജിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്, പിന്നെ തിരിച്ച് ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എവിടെയോ നിങ്ങളുടെ ലൈഫിനെ സാബോട്ടാജാണ് ചെയ്യണേ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പേഴ്സൺ പറഞ്ഞാൽ നിങ്ങളെ ഡിസേർവ് ചെയ്യണ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചറിലുണ്ട്. ആൻഡ് അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കുറേ ഓപ്ഷൻസും ഉണ്ട്, കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷെ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് ഇപ്പോൾ വരാൻ പോണേയുള്ളൂ. ആൻഡ് ആ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് എല്ലാവർക്കും വേണ്ടത്. ആൻഡ് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻ വെക്കുക. ആൻഡ് യൂണിവേഴ്സ് അങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങളെ കൊണ്ടുവരുത്തും. ഓക്കെ, അപ്പോൾ ജെമിനി ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ.